ഞാൻ നിങ്ങളെ ആ ചെറുങ്ങ കൃഷി കാണാൻ വേണ്ടി വന്നാണ്. ആയിക്കോട്ടെ. ഏത് ഇനത്തിൽപ്പെട്ട വിത്താണ്? നാടനാണോ ഹൈബ്രിഡ് ആണോ? ഇത് ഹൈബ്രിഡാണ്. ഹൈബ്രിഡ് വിത്തല്ലേ? ഹൈബ്രിഡ് വിത്താകുമ്പോ അല്ലിക്കല്ലിക്ക് കായുണ്ടാവും. പിന്നെ ഇത് നിങ്ങൾ എന്തൊക്കെ വളങ്ങൾ ചെയ്യുന്നത്? ഇതിനൊക്കെ ജൈവവളമാണ്. ചാണം മറ്റേ കടല പിണ്ണാക്കും അത് കുളിർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. വേറെ ഇതിലൊന്നും ചെയ്യലില്ല. ആ ഈട് കിട്ടും. നല്ല സ്വാദും ഉണ്ടാവും. അത് കറി ഉപ്പേരി. ചീര 2 റൗണ്ടായിന്. ഒരു 1.5 കിലോനൊക്കെ ഉണ്ടാവില്ല ചെരങ്ങ? 1.25 1 ഒക്കെ ഉണ്ടാവും. ഇപ്പൊ ഓർഡറാണ്. ഇപ്പൊ നോമ്പ് തുടങ്ങിയപ്പോഴേ ഓല് പീടിന്നൊക്കെ വിളിച്ചിരിക്കണം. നോമ്പിന് കിട്ടാൻ നമുക്ക് പൈസ ഉള്ളൂ. പൈസ ലെവലല്ലേ കിട്ടുള്ളൂ. ഇത് ഒരു 1.5 മാസം കൊണ്ട് കായാവും. ഉണ്ട്. ഒരു 2 മാസം വരെ കിട്ടും. നല്ല നോക്കി നമ്മള് കൊണ്ടിടക്കുകയാണെങ്കിൽ നമ്മളെ മക്കളെ നോക്കണമാതിരി നോക്കണം. അല്ലാതെ വെറുതെ പാടത്ത് കുഴിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. കൃഷി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. ഇതിന്റെ വിത്ത് ഞാൻ അങ്ങനെയൊന്നും, ഞാനൊരു 2 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുഴിച്ചിടുകയാണ് ചെയ്യുക. 8 മണിക്കൂറൊന്നും വേണ്ടാന്ന്. ചെരങ്ങൊക്കെ ആദ്യം അച്ചലേക്ക് പച്ച തന്നെ കുഴിച്ചിട്ടുള്ള വെള്ളത്തിലിടാണ്ട്. ഇപ്പോഴാണ് വെള്ളത്തിലിടൽ തുടങ്ങിയത്. കട്ടി ഇതിന് അങ്ങനെ ഇല്ല. ഇല്ല. ഇത് നല്ല രസമുള്ളതാ. മേടിച്ചവര് പിന്നെയും വരണുണ്ട്. ഇനിയിപ്പോ ഇന്നലെ 2 ആളും ഒന്ന് മടങ്ങി പോയി. ഞാൻ ആയിട്ടില്ല അറിഞ്ഞ് വിട്ടതാ. 3 ദിവസമില്ല, 1 ദിവസം തന്നെ ഒരു വാട്ടി തിന്നോളൂ. ഇപ്പം വേനലല്ലേ, നല്ല രസമാണല്ലോ. ഈ നോമ്പ് കാലത്ത് ഇവരത് ഉപയോഗിക്കുന്നത് എന്തിനാ വെച്ചാല്, ഈ അത്താഴച്ചോറ് വയ്ക്കണ സമയത്തേ ഈ ചെരങ്ങ താളിച്ചിട്ട് അതിൽ കഴിക്കുമ്പോൾ ദാഹത്തിന് വളരെ ഇത് കുറവുണ്ടാവും. ദാഹം ഉണ്ടാവില്ല എന്നാ പറയണത്. അതിനാണ് ഈ ചെരങ്ങ കൂടുതൽ ഇവർ നോമ്പ് കാലത്ത് ഉപയോഗിക്കുന്നത്. അതിനാണ് നമ്മൾ ആ സമയം നോക്കിയിട്ട് കൃഷി ചെയ്യണതും. ഇതിന്റെ 1.5 മാസം മുമ്പ് ഇതിന്റെ തുടങ്ങിയതാ. ഇന്നലെയാണ് അതിന് ഉദ്ഘാടനം. ഇന്നലെ പറിച്ച്. ഇന്നലെ ഒരു 10 കിലോ. പിന്നെ ഇവിടെ ഒരു 4-5 ആള് വന്നിന്. അപ്പൊ 2 എണ്ണം ഓൽക്കും കൊടുത്ത്. അതെ, കൊണ്ടിടക്കണ്ട, വീഡിയോ കൊടുക്കണ്ട. ഇത് നാടൻ ചെരങ്ങ. നാടൻ കായ കുറയും. ഇത് ഇവിടെ ഉണ്ടാവും. കുഴപ്പമൊന്നുമില്ല. ഇത് പിന്നെ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കില്ല. നമ്മളെ ആവശ്യത്തിന് എടുക്കാലോ. നല്ല കാച്ചിൽ വേണം, നല്ല വെള്ളവും വേണം. ചെരങ്ങക്ക് കൂടുതൽ വെള്ളം ഒഴിക്കണം, നല്ല കാച്ചിലും വേണം. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക. അതാണ്. നോക്കണോ? കാര്യമില്ല. അതാണ്. കഴിയോടത്തോളം പോട്ടെ. ഒരു വരട്ടെ, രംഗത്തേക്ക് വരട്ടെ. അതാണല്ലോ റോഡ് സൈഡിൽ ഞാൻ ഉണ്ടാക്കണത്. ഇതിന്റെ അടിയിൽ എന്തൊക്കെ വളങ്ങൾ? ഇതിന്റെ അടിയിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ചാണകം, പച്ചച്ചാണവും കടലപ്പിണ്ണാക്കും. അല്ല, കലക്കി ഒഴിക്കല്ല. അത് ഒരു ഡ്രമ്മില് ഇതവിടെ ഞാൻ കലക്കി വെച്ചിരുന്നു. അത് 4 ദിവസം അത് കലക്കി കൊണ്ടേ നിൽക്കണം. 5-ാമത്തെ ദിവസം ഒരു കപ്പില് വെള്ളം ഒഴിച്ചാല് 5 കപ്പ് വെള്ളം ചേർത്തിട്ട് ആണ്ട് ഒഴിച്ചു കൊടുക്കും. അത് ഒരു 15 ദിവസം കൂടുമ്പോൾ അതാണ്ട് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നാ പിന്നെ ഒരു പ്രശ്നമില്ല. വേറെ ഒരു വളം ഇതിന് തൊട്ടില്ല. കടലപ്പിണ്ണാക്ക് ചേർത്തുമ്പോൾ 1 കിലോ കടലപ്പിണ്ണാക്കിന് 5 കിലോ ചാണം. 5 കിലോ ചാണം. അത് നല്ല ആദ്യകാലത്തെ ദിവസം നമുക്ക് കൈ കൊണ്ട് ഇളക്കാം. പിന്നെ 2-ാമത്തെ ദിവസം അത് നല്ല സ്മെല്ലുണ്ടാവും. ഇതാ ഞാൻ കലക്കി അരിഞ്ഞ് ഒഴിക്കാനുള്ളതാണ്. അതാണ് അതിന്റെ വളം. കാണും വേണം. ഇതാണ് അതിന്റെ വളം. മിക്സ് ആക്കി വെച്ചാൽ തീർന്നാണ്. ഇനിയിപ്പോ 2 കലക്കും. ഇതാണ് അതിന്റെ സാധനം. അല്ലാതെ ഇത് ഇംഗ്ലീഷ് വളം ഒന്നുമില്ല. രാസവളങ്ങളോ കീടനാശിനികളോ ഒന്നും ഉപയോഗിച്ചില്ല ഇതിന്. പിന്നെ ഇത് കുഴിച്ചിടുമ്പോ ലേശം വേപ്പും പിണ്ണാക്കിന്റെ പൊടി അടിയിലിടും. അപ്പം കുറെ കീടങ്ങള് ഒന്ന് ഒഴിഞ്ഞു നിൽക്കും എന്നാണ് പറയണത്.
ആ. കാണുന്നതിന് സന്തോഷമാണ്. ആ കൃഷി ഉണ്ടാക്കണതും അത് ഉണ്ടാക്കണവന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാല് ഇന്നൊരു മേഖല എല്ലാവരും പെട്ടെന്ന് കൂലി കിട്ടണം, പൈസ കിട്ടണം എന്നുള്ള രീതിയിൽ എല്ലാവരും പുതിയ പുതിയ ഇതിപ്പോ നമ്മള് ഒരു നേരം പോയി കിട്ടും. ഇപ്പൊ വയസ്സ് 10-76 വയസ്സ് ആയില്ലേ, ഇതിനെ കൊണ്ട് ആയുസ്സും കൂടെ തരുന്ന കേസാട്ടോ. ആയുസ് ആ കിട്ടണ നേരം പോലത്തെ ഇങ്ങോട്ട് ഇറങ്ങിയാ പിന്നെ ഉച്ച വരെ, പിന്നെ ഉച്ചക്ക് കുറച്ച് റെസ്റ്റ് എടുക്കും, പിന്നെ വൈകുന്നേരവും. ആ അങ്ങനെയൊക്കെ തന്നെയാണ് ഇതിന്റെ കൃഷി എന്ന് പറഞ്ഞാൽ. അതാണ് അപ്പുട്ടാറിന്റെ രണ്ടാമത്തെ ഒരു കൃഷിയാണ്, ചീരയാണ്. അന്ന് ഞാൻ വന്നപ്പോൾ ചെറിയ തൈകളെ, അപ്പൊ അതില് ചീര തൈയൊക്കെ മുളച്ച്. ഇത് എങ്ങനെ മാർക്കറ്റിംഗ് എങ്ങനെയാ അപ്പുട്ടാ? ഇത് മാർക്കറ്റിംഗ് ഇത് ഇവിടെ തന്നെ കൊടുക്കലാണ്. ഇവിടെ ആള് വരും. ഭയങ്കര കിട്ടലാണ്. ആ ഒരു പിടിക്ക് 30 ഉറുപ്പ്യ ആയിട്ടാണ്ട് കൊടുക്കും. എന്നാലും ഒരു 600 ഉണ്ടാവും. ആ 50 രൂപ തീർത്ത് കിട്ടാം ഒരു കിലോന്. കിലോന്മേൽ 50 ഉറുപ്പ്യ കിട്ടും ഒരു പിടി. ആ ഇതിപ്പോ നമ്മള് വെച്ചാല് അയൽവാസികൾ ഇവരൊക്കെയാണല്ലോ വരിക. അപ്പൊ നമ്മളങ്ങനെ കണക്ക് നോക്കൂല. ആ വിത്ത് എവിടെ കിട്ടിയത്? വിത്ത് ഞാൻ മറ്റേ ഇവിടുന്ന് മനോജിന്റെ അടുത്ത് മേടിച്ചാണ് വളപ്പിടി. കണ്ടിട്ട് ഞാൻ തെങ്ങിന്റെ തൊട്ട് 4 തെങ്ങിന്റെ തൊട്ട് പാകി. ഒന്ന് കുറച്ച് ഞാൻ ട്രയല് പാകിയിട്ട് കുഴിച്ചിടേത്. ട്രയല് പാകണ്ട, അത് നല്ല പൊടിയാക്കിയിട്ട്, പൊടിമണ്ണ് വേണം. പിന്നെ ഇത് വെച്ചാൽ മണ്ണിന്റെ തണുപ്പ് വിടരുത്, ആ പൂല് വിടരുത്. ആ ചുവന്ന മണ്ണാണ്. അപ്പൊ അതിന് നല്ല ഇളക്കണത്. ട്രയല് കുഴിച്ചിട്ട് പെട്ടെന്ന് വലുതാണ്ട്. ആ അത് പാകിയത് അതിനകത്ത് ട്രയല് 2-3 വിത്തല്ലേ ഇടാൻ പറ്റുള്ളൂ തൈ. അപ്പൊ അതിന് വലിപ്പം കിട്ടൂല. ആ രണ്ടും കൂടി. ഇത് കൃഷി ഓഫീസർ പറയണെന്ന് വെച്ചാൽ രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞ് കിട്ടണമെന്നാണ്. അപ്പൊ ഞാൻ അതാണ് ഇടയിലിടയിൽ അങ്ങനെയാണ്. ആ അപ്പൊ അതിന്റെ ഇടയിലും അങ്ങനെ മാറ്റി കൊടുത്തോ. അപ്പുട്ടാട്ടിന്റെ മൂന്നാമത്തെ കൃഷിയിടാട്ടാ, അത് കയ്പയാണ്. കയ്പയിൽ മരുന്നടിക്കില്ല എന്നുള്ളത് മരുന്നടിക്കല്ല, കിട്ടിയത് മതി, മരുന്നടിക്കല്ല. ഇത് വിൽക്കാനൊന്നല്ല, വിൽപ്പനക്കുള്ളതല്ല, കഴിക്കാനാണ്. ഉണ്ടല്ലേ അതല്ല കയ്പ. ഇപ്പൊ ഒരു നല്ലപോലെ ആകാൻ 500 ഗ്രാം ഉണ്ടാവും. കയ്പ് വേഗം പറിച്ച് വെട്ടി ഉണക്കുക, അത് ഗുണം കിട്ടുള്ളൂ. ഇതൊക്കെ നമ്മളെ ബന്ധുക്കാർക്കും കുടുംബക്കാർക്കൊക്കെ കൊടുക്കാനുള്ളത്. അതിനെ കൊണ്ടാ മരുന്നടിക്കാത്ത. ഇതിനുള്ളിലൊക്കെ ഉണ്ട്. മരുന്നടിച്ചില്ലെങ്കിൽ ഇതൊന്നും കിട്ടൂല. അതാണ് കുറച്ച് കയ്പ കുഴിച്ചിട്ടുണ്ട്. അപ്പുട്ടാന്റെ കൃഷി രീതി കണ്ടിട്ട് ഇതേമാതിരി ഒരാൾ ഇരുന്ന് പോണ രീതിയിലാണ് ഞാനും കുഴിച്ചിട്ടത്. കാരണം ഇങ്ങനെ വെച്ചാൽ എന്താ വെച്ചാല് പ്രാണികൾ അക്രമം കുറയുന്നതാണ്. അപ്പൊ ഇതിൽ നിങ്ങൾ ഫെർമോൺ കണി കൂടെ കെട്ടിക്കാൻ അത് കിട്ടിയില്ല. അത് ഒന്ന് കെട്ടിയോ നോക്കേൻ. ഞാൻ വേണമെങ്കിൽ വാങ്ങിക്കൊടുത്തട്ടെ. അതിന് 100 രൂപ കേക്കിന് വരും. കൂടുതലും ഉണ്ട്, കൂടുതലും ഒരു പൈസ. ഇനിയിപ്പോ ഇതിന്റെയൊക്കെ കാലം കഴിഞ്ഞു തുടങ്ങി. ഇതൊക്കെ വേഗം വെട്ടിക്കളി. മരുന്നടിച്ചത് ഒറ്റയൊന്നും പോവില്ല. പക്ഷെ എന്താ പറയാ, നമ്മൾക്ക് ആൾക്കാർക്ക് കൊടുക്കുമ്പോ നമുക്ക് അതൊരു ബുദ്ധിമുട്ടല്ലേ. നല്ല ഭക്ഷണം, നല്ല നമ്മള് ജൈവ കൃഷി ആകുമ്പോ പിന്നെ അതിന്റെ ഒരു ഇതില്ലല്ലോ. അപ്പൊ കിട്ടണത് മതി. ഇട്ട വെക്കൂല. ആ ഞങ്ങളെ കുടുംബം വലിയ കുടുംബമല്ല. അപ്പൊ ആരെങ്കിലും വരുന്നവർക്കൊക്കെ നല്ല പറിച്ചു കൊടുക്കുന്നല്ലാണ്ട്. കൃഷികൾ ഉണ്ടാക്കട്ടെ, ആളുകൾ കൃഷിയിലേക്ക് വരട്ടെ. അപ്പൊ കയ്പ് ഉണ്ടാക്കുന്നവർക്ക് പന്തൽ ഇങ്ങനെ ഇടണം. അതെ നല്ല വള്ളി പട്ടാളിക്കണം. എനിക്ക് പറ്റിയ പാട്ട് ഞാൻ എന്റെ ഹൈറ്റിൽ പന്തലാക്കി. അത് ചെയ്യരുത്, ചെയ്യാൻ പാടില്ല എന്നാണ്. പരമ്പരാഗത കൃഷിക്കാരാണ്. അപ്പൊ ഒരു പറയണതിലൊക്കെ ഒരു സത്യങ്ങൾ ഉണ്ടാവും. ഇപ്പോഴത്തെ തലമുറകളിലൊന്നും കയ്പുണ്ടാക്കാന്നുള്ളൂ. എല്ലാവരും കയ്പന് വലിപ്പം കണ്ടില്ല. ഇത് ഏത് ഇനത്തിൽപ്പെട്ട വിത്താണ്? ഇതും മറ്റേ എന്താ ഇത് പറയാ, മായയാണോ എന്താ അറിയില്ല. ഞാനത് വാങ്ങിച്ചാണ്. വിത്തിന്റെ ക്വാളിറ്റി ഹൈബ്രിഡ് വിത്താന്ന് പറഞ്ഞ് ഞാൻ തന്നതാണ്. പിന്നെ ഏത് ഇനാന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഇവിടെ നോക്കിയാലാണ് പന്തലിന്റെ ശരിക്കുള്ള വഴിയാണ്. ഇതൊന്നും വിറ്റാലും ഒക്കൂല. കാരണം വെച്ചാൽ അത്രയും ചെലവും. കാരണം എന്താ വെച്ചാല് കയ്പൊന്നും ഞങ്ങളൊന്നും പീടിയൊന്നും വാങ്ങി തിന്നില്ല. കാരണം കയ്പ് അത്രയും ഭംഗി കിട്ടണമെങ്കിൽ അത്രയും പീടിയിലൊക്കെ മരുന്നടിച്ച് വരണതെല്ലാം ഉണ്ടാവുക. അപ്പൊ ഇതിന് നിങ്ങൾ എന്തൊക്കെ വളങ്ങളാണ്? ഇതിന് ഞാൻ ചാണപ്പൊടി ലേശം കോഴിക്കാട്ടിട്ടിന് കയ്പക്ക് അടിവളമായിട്ട്. പിന്നെ ലേശം ഒരു 100 ഗ്രാം
പിന്നെ ഒരു 10 മരടിന് തോല് കുമ്മായം അത് ഇട്ട് അതിന്റെ ശേഷം ഒന്ന് കൊത്തി ഇളക്കി കുറച്ച് കോഴിക്കാട്ട ഇട്ടിട്ട് നല്ല കൊത്തി ഇളക്കി ാണ് ഇത് വിത്ത് കുഴിച്ചിട്ട്. പക്ഷെ നല്ല നനയ്ക്കണം, കോഴിക്കാട്ട ഇട്ടാൽ നല്ല നനച്ചിട്ട് അതിന്റെ ചൂട് പോയതിന്റെ ശേഷം വിത്ത് കുഴിച്ചിടുക. വിത്ത് കണ്ണി പൊട്ടിച്ചിട്ട് കുഴിച്ചിടുക. പിന്നെ അത് തന്നെ മതി അതിന് ശരിക്ക്. പിന്നെ കുറച്ച് 1-2 പ്രാവശ്യം കുറച്ച് തെടുന്ന ചാണം കളിക്കുന്നു. ചാണം കളിച്ചു. ഇത് മാത്രല്ല ഇവിടെ മുളകുണ്ട്, ഓർഗാനിക് ആണ്. കവറിലാണ് ഉണ്ടാക്കിയത്. ഇതൊക്കെ കവറിലാണ് ഉണ്ടാക്കിയത്. കവറുണ്ടാക്കുമ്പോൾ എന്താ വെച്ചാല് ഇത് കിട്ടുന്ന വളങ്ങളൊക്കെ അതിന് കിട്ടും. നമ്മളൊക്കെ എല്ലാം ഉഷാറായിട്ടുണ്ട്. വഴുതനങ്ങ ഉണ്ട്, വഴുതനയുണ്ട്, വഴുതനങ്ങയുടെ വലിപ്പം കണ്ടില്ല, ഉഷാറായിട്ടില്ല. മുളകുണ്ടല്ലേ, ഇതൊക്കെ മുളക് കണ്ടില്ലേ. ഒരു വീട്ടുകാർക്കൊന്ന് 4 മരട് പിടിച്ചിട്ടിയാ മതി. പറിച്ചിട്ടേ മൂപ്പായില്ല അത്രയ്ക്ക് പച്ചക്ക് തിന്ന. കാരണം മരുന്നടിക്കില്ല, മരുന്നൊന്നുമില്ല. മരുന്ന് ഇല പറിച്ചിട്ടതാ തിന്ന. കാരണം അത്രയും മരുന്നടിക്കാനുള്ള നല്ല കാര്യം ഉറപ്പാണ്. ഇതിൽ ഇങ്ങനെ മഞ്ഞക്കണി എന്നൊക്കെ ചെടികളൊക്കെ ഇതൊരു ഐറ്റം വേറെയാണ്. ഇത് മറ്റേ ഇതാണ്, വെള്ള പച്ച. ഇതൊക്കെ മുളകാണ്. ഇപ്പൊ മിനിയാന്ന് പറിച്ചതാണ്. ഒരു 4-5 ദിവസം കൂടുമ്പോ 1 കിലോ മുളക് കിട്ടും. പുല്ലാണ് വൃത്തിയിലുണ്ടാക്കി. മൂപ്പര് ഇത്ര ഞാനൊന്നും ഇങ്ങനെ വൃത്തിയിലുണ്ടാക്കില്ല. അതൊരു കഴിവ് തന്നെയാണ്. കഴിയില്ല പച്ചക്കറി ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഈ പയറിന് വരുന്ന ഏറ്റവും വലിയ ശത്രു വല്ല ശ്രദ്ധിക്കില്ല. ഈ പ്രാണി. അങ്ങനെ ഒരു പ്രാണി. ആ പ്രാണി ഇരുന്നാല് മരുന്നടിക്കാത്തതിനെ കൊണ്ടാണ്. പ്രാണി ഇരുന്നാല് ഒരു പടവലം, ഒരു പയർ പോലെ കെട്ട് അതിന്റെ ഉള്ളിൽ ഇത് പറിച്ച് കഴിയാനായിട്ടോ. നീര് ഉണ്ടാവും. നല്ല മീറ്റർ പയർ തന്നെയാണ് പറയുന്നത്. ആ പ്രാണീനെ കാട്ടിത്തരാം. കാരണം ആ പ്രാണീനൊക്കെ രക്ഷ. ആ പ്രാണി പയറൊക്കെ നല്ല നീളമുള്ള പയറാണ്. നല്ല ഇത് പിന്നെ ശ്രദ്ധിക്കാണ്ട് വിട്ടതാ. നല്ല പയറാണ്. പടലം പറിച്ചു.